തുർക്കി കൂടി മധ്യസ്ഥത വഹിക്കുന്നതാണ് പുതിയ ചർച്ചകൾ എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ഹമാസുമായി നേരിട്ടെന്തെങ്കിലും ചർച്ചകൾ ഈ ഘട്ടത്തിൽ നടന്നിട്ടുണ്ടോ? ഹമാസ് ബന്ദികളെ പൂർണ്ണമായും വിട്ടു നൽകുക എന്ന ഉപാധികളോ വ്യവസ്ഥകളോ ഒക്കെ ഇതിനകത്തുണ്ടോ? ഈ കരാറിലെ ഈ ഉടമ്പടിയിലെ പൂർണ്ണമായ നിബന്ധനകളും ഉപാധികളും സംബന്ധിച്ചുള്ള ഒരു പൂർണ്ണമായ വ്യക്തത ഇപ്പോൾ വരുന്നുണ്ടോ MCA? സൈഫുദ്ദീൻ, ഹമാസ് നേതാക്കൾ ഇസ്തംബൂളിൽ തുടരുകയാണ്. ഇസ്തംബൂളിൽ തുർക്കി നേതൃത്വവുമായി അവർ ചർച്ച നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഖത്തറും ഈജിപ്തുമായിട്ടുള്ള ആശയവിനിമയം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നിട്ട മണിക്കൂറുകളിൽ ഹമാസ് നേതൃത്വത്തിനുള്ളിൽ ഇതും സംബന്ധിച്ച കൂടിയാലോചനകൾ നടന്നിരുന്നു. നേരത്തെയുള്ള ഒരു പ്രഖ്യാപിത നിലപാട് തന്നെയാണ് ഔദ്യോഗികമായിട്ട് ഹമാസ് അറിയിച്ചിരിക്കുന്നത്. പൂർണ്ണമായിട്ടുള്ള ഒരു യുദ്ധവിരാമം വേണം, അതോടൊപ്പം തന്നെ സൈന്യം ഗസയിൽ നിന്ന് പൂർണ്ണമായിട്ടും പിൻവാങ്ങണം. ഈ രണ്ട് ഉപാധികൾ മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ ഇത്രയും മാസങ്ങൾ 20 മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ദുരിതപൂർണമായിട്ടുള്ളൊരു യുദ്ധം, അതിന് ഇനിയും അതേ ശക്തിയിലും അതേ വ്യാപ്തിയിലും അത് മുന്നോട്ട് പോകുന്നതിന് അത് കൂടുതൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ ഹമാസിനെയും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ 2 മാസത്തെ താൽക്കാലികമാണെങ്കിൽ പോലും ആ വെടിനിർത്തൽ കാലയളവിൽ പൂർണ്ണമായിട്ടുള്ള വേണ്ടി തങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാ നീക്കങ്ങളും നടത്താമെന്ന് ഈ 3 രാജ്യങ്ങളും, തുർക്കിയും അതോടൊപ്പം തന്നെ ഈജിപ്ത്, ഖത്തർ എന്നീ രാജ്യങ്ങളും ഹമാസ് നേതൃത്വത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഏതാണ്ട് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും 2 മാസം നീണ്ടു നിൽക്കുന്ന ഈ വെടിനിർത്തൽ കാലയളവിൽ 10 ബന്ദികളെ, ആദ്യം 8 പേരെയും പിന്നീട് 2 പേരെയും ഹമാസ് വിട്ടുകൊടുക്കണമെന്നാണ് ഔദ്യോഗികമായിട്ടുള്ളൊരു വ്യവസ്ഥ ഈ കരാറിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ആനുപാതികമായിട്ട് ഇസ്രായേൽ തടവറകളിലുള്ള പലസ്തീൻ തടവുകാരെയും വിട്ടയക്കും. അതോടൊപ്പം തന്നെ ഗസയിലേക്ക് പൂർണ്ണമായ തോതിലുള്ള സഹായ വസ്തുക്കൾ എത്തിക്കാനും അത് കുറ്റമറ്റ രീതിയിൽ വിതരണം ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാമെന്ന് ഇസ്രായേൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷെ മറ്റു കാര്യങ്ങൾ ഈ 2 മാസ കാലയളവിലായിരിക്കും പൂർണ്ണമായിട്ടുള്ളൊരു യുദ്ധവിരാമത്തിലേക്ക് ഈ വെടിനിർത്തൽ നീളുമോ എന്നത് സംബന്ധിച്ച അവ്യക്തത ഇപ്പോൾ പോലും തുടരുന്നുണ്ട്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ താൻ ഇതിന് മുൻകൈ എടുക്കാമെന്ന് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായിട്ടുള്ള സൂചനകളുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. തുടർന്ന് പൂർണ്ണമായിട്ടുള്ളൊരു യുദ്ധവിരാമത്തിലേക്ക് ഈ താൽക്കാലിക വെടിനിർത്തൽ നീങ്ങുമെന്ന ഒരു പ്രതീക്ഷയാണ് ഹമാസിനുള്ളത്. ഇസ്ലാമിക് ജിഹാദ് ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രസ്ഥാനങ്ങളുമായി ഹമാസ് നേതൃത്വം തിരക്കിട്ട കൂടിയാലോചനകൾ ഈ രാത്രിയിൽ തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ഏറ്റവും അവസാനം പുറത്തുവിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗസയിൽ നിന്ന് ഇപ്പോൾ 48 പേർ കൊല്ലപ്പെട്ടതായാണ് ഏറ്റവും അവസാനം ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ. അതേസമയം അതിശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പും തുടരുന്നുണ്ട്. ഖാൻ യൂനിസിലാണ് വളരെ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് ഇസ്രായേൽ സൈന്യം നേരിടേണ്ടി വന്നത്. 2 സൈനികർ കൊല്ലപ്പെട്ടതായും നിരവധി സൈനികർക്ക് പരിക്കേറ്റതായിട്ടും ഇസ്രായേൽ തന്നെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പിന്നിട്ട ദിവസങ്ങളിൽ കൂടുതൽ ഗറില്ല സ്വഭാവത്തിലുള്ള യുദ്ധതന്ത്രങ്ങൾ ഹമാസ് പുറത്തെടുക്കുന്നതായും അത് സൈനികരുടെ ജീവനെ വലിയ തോതിൽ ഭീഷണി സൃഷ്ടിച്ചതായിട്ടും ഇസ്രായേൽ സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സൈഫുദ്ദീൻ.